ഓം നമോ ഭഗവതി വാസുദേവായ ശ്രീകൃഷ്ണ പരമാത്മനേ നമ. എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനിതമായ പ്രണാമം. ശാന്തിയും സമാധാനവും ഈശ്വരകൃപയും അഹിംസ പരമധർമ്മം നമുക്കിന്ന് വായിച്ച് പഠിക്കണം. അപ്പോൾ എന്തൊക്കെ കിട്ടും? ഈശ്വരകൃപയും അതുപോലെ തന്നെ ഒരു ജീവജാലങ്ങളെയും ദ്രോഹിക്കാതിരിക്കുക. അഹിംസ വാക്കുകൊണ്ടും മനസ്സുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ജീവനുള്ള ഒന്നിനെ ദ്രോഹിക്കാതിരിക്കുക. അതാണ് അഹിംസ പരമോധർമ്മം. അത് പരമമായ ധർമ്മമാണ്. അതാണ് ഒരു ഭക്തനെന്നല്ല, എല്ലാവരും അത് പഠിക്കണം. അങ്ങനെ പഠിച്ചെങ്കിലേ നമുക്ക് നേരായ മാർഗത്തിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ. അഹിംസ പരമോധർമ്മ. ഉമാ സഹായ പാതാര വിന്ദാഭ്യാം നമ. വന്ദിച്ചു സൽഗുരുപാദത്തെയും വന്ദിച്ചു സിദ്ധ സമൂഹത്തെയും വന്ദിച്ചു ചൊല്ലുന്നേനീശനെയും ജ്ഞാനം വന്നിടാൻ വേണ്ടിയൻ ജ്ഞാനപ്പെണ്ണെ. ജ്ഞാനം വരാൻ വേണ്ടി പ്രാർത്ഥിക്കണം. അത് വന്ദിച്ചു സൽഗുരുപാദത്തെയും, ഭഗവാന്റെ പാദത്തെ. ഗുരുവാണെങ്കിൽ ഗുരു, അത് ഈശ്വരനായിട്ട് തന്നെ കാണാം. വന്ദിച്ചു സൽഗുരുപാദത്തെയും വന്ദിച്ചു സിദ്ധ സമൂഹത്തെയും വന്ദിച്ചു ചൊല്ലുന്നേൻ ഈശനെയും ജ്ഞാനം വന്നിടാൻ വേണ്ടിയൻ ജ്ഞാനപ്പെണ്ണി. വെറുതെ കിട്ടത്തില്ല ജ്ഞാനം. അതോളം ഭക്തിപൂർവ്വം പരമാത്മാവിനെയും ഗുരുവിനെയൊക്കെ വന്ദിച്ച് എനിക്ക് ജ്ഞാനം ഉണ്ടാവണം. ഇത് വളരെ പ്രയാസപ്പെട്ട് കിട്ടേണ്ട കാര്യങ്ങളാണ്. ഇത് സ്കൂളിൽ പോയി പഠിച്ചെടുക്കുന്നതല്ല. ഇത് പ്രത്യേകമായ അതിന് ഭക്തി വർദ്ധിക്കാനും പരമാത്മാവിന്റെ സ്നേഹവും എല്ലാം വരുന്നൊരു വ്യക്തിക്ക് അത് പ്രയത്നിച്ച് അത് സ്വാഭാവികമായിട്ട് വരേണ്ടതാണ്. ഈ ഭക്തിയും സ്നേഹവും ഒക്കെ പ്രേമമാകുന്ന ഭക്തി ചിലർക്ക് അങ്ങനെ വരും. എത്രമാത്രം ഈ ശാസ്ത്രങ്ങളൊക്കെ പഠിച്ചാലും ചിലർക്ക് ഭക്തി ഉണ്ടാകണമെന്നില്ല, സ്നേഹം ഉണ്ടാകണമെന്നില്ല, വിശാലമായ ഒരു തുറവി ഉണ്ടാകത്തില്ല. ഹൃദയവിശാലത എന്ന് പറഞ്ഞാൽ സർവ്വത്തിനെയും ഏകമായി കാണാനും സർവ്വ ജീവജാലങ്ങളോടുള്ള ഒരു വിഷമിക്കുന്ന ഒരു ജീവനെ കാണുമ്പോൾ നമുക്ക് അവരോടുള്ള കൃപയോ കരുണയോ ഒക്കെ ഉണ്ടാവണമെങ്കിൽ പ്രത്യേകമായ ഒരു ജനനം തന്നെ ഉണ്ടെങ്കിലേ അത് കിട്ടും. അങ്ങനെ എല്ലാം വരുന്ന ഒരു വ്യക്തിക്കാണ് ഭഗവാനെല്ലാം ഇത് പെട്ടെന്ന് തന്നെ ആത്മീയമായ ചൈതന്യം, അങ്ങനെ ഭഗവാന്റെ കൃപ കിട്ടുകയുള്ളൂ. അത് ഇല്ലാത്തവർക്ക് നമ്മളത് ഉണ്ടാവാൻ ഭഗവാനോട് പ്രാർത്ഥിക്കുക. എനിക്കും ഭഗവാനിൽ ചേരാൻ പരമമായ ഭക്തിയും സ്നേഹവും പ്രേമമാകുന്ന ഭക്തിക്ക് ഭഗവാൻ ആ ഒരു വരം തരണേന്ന് പ്രാർത്ഥിച്ചാൽ കിട്ടും, ഉറപ്പായും കിട്ടും. കാരണം ഞാനിവിടെ ഇപ്പോൾ ഇടയ്ക്ക് വെച്ച് പ്രാർത്ഥിച്ചത് എന്തെന്നറിയാമോ? എനിക്ക് എല്ലാവരിൽ നിന്നും മക്കളിൽ നിന്നെല്ലാം വൈരാഗ്യം വേണം. എത്രയൊക്കെ പറഞ്ഞാലും മുമ്പൊക്കെ ഇതുപോലെ 2 ദിവസം വിളിക്കാതെ ഞാൻ ഇങ്ങനെ വിളിക്കാതിരുന്നു നോക്കും, പക്ഷെ നടക്കത്തില്ല പിള്ളേരെയൊക്കെ. അപ്പോൾ എനിക്കത് പറ്റാത്തൊരവസ്ഥ. ഞാൻ പറഞ്ഞു, ഭഗവാനെ എനിക്ക് അതിൽ നിന്നൊന്ന് വിടുതലിതാ. പിള്ളേരെ അങ്ങനെ എൻ്റെ ജീവൻ തുല്യമായിട്ട് അങ്ങനെ എനിക്കത് വയ്യ, എനിക്കിതെല്ലാം വിരമിക്കണം. അത് പെട്ടെന്ന് അതങ്ങ് മാറി. എനിക്ക് അങ്ങനെ ഇപ്പം ഇല്ല, വിളിക്കണമെന്ന് ഞാൻ വിളിക്കത്തേ ഇല്ല. അവർക്കതാണ് വിഷമോ ദേഷ്യമോ കൊണ്ടുവരൊക്കെ അവർ മനഃപൂർവ്വം വിളിക്കുന്നില്ല. എന്നാൽ അമ്മ അങ്ങ് ഞാൻ അവിടെ പഠിക്കാനാ, ഞാൻ ചോദിച്ചു വാങ്ങിച്ചതാണ്. എനിക്ക് അങ്ങനെ എല്ലാവരും ഒന്ന് വിരമിക്കണം ഭഗവാനെ, മമത മാറണം, എല്ലാവരെയും ഒന്നുമുള്ള സ്നേഹമാണ് അതുണ്ട്. അല്ലാതെ എൻ്റെ പിള്ളേരെ വിളിച്ചില്ലെങ്കിൽ പിന്നെ അവരെ വിളിച്ചില്ലല്ലോ എന്നുള്ള വെപ്രാളൊന്നും എനിക്കിപ്പം പാടെ മാറി. എന്താ ഞാൻ പ്രാർത്ഥിച്ച് എനിക്ക് ഇതെല്ലാം മുക്തി താ, എനിക്കിത് എൻ്റെ മനസ്സിൽ നിന്ന് മാറുന്നില്ല. എനിക്ക് ഒരു ദിവസം വിളിച്ചില്ലെങ്കിൽ കരച്ചിലും വെക്കം ഉണ്ടായിരുന്നു, അതെല്ലാം മാറി. ഇപ്പം എത്ര നാൾ വിളിക്കാതിരുന്നാലും മിണ്ടായിരുന്നാലും കണ്ടില്ലെങ്കിലും യാതൊരു വിഷമവും ഇല്ല. അപ്പം ഈശ്വരനോട് പറഞ്ഞ ഈശ്വരൻ കേൾക്കത്തില്ലേ? അതുകൊണ്ട് നിങ്ങളെല്ലാവരും പറയണം, ഭഗവാനെ പ്രേമമാകുന്ന ഭക്തി, ഭഗവാനിൽ മുഴുകാനുള്ള സ്നേഹമാകുന്ന ഭക്തി എനിക്ക് വർദ്ധിച്ചു തരണേ. വേറൊരു വരവും വേണ്ട, ആ ഭക്തി കൂടെ നമുക്കിത് നേടാൻ പറ്റും. സ്നേഹമാകുന്ന അത്ര പ്രേമമാകുന്ന ഭക്തി ഉണ്ടെങ്കിൽ മാത്രമേ ഭഗവാനിൽ ചേരാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ വേറെ ഇതൊക്കെ എന്തെല്ലാം ജ്ഞാനങ്ങൾ അറിവുകൾ പഠിച്ചാലും ആ ഭക്തി വരണം, ഭഗവാൻ ഇഷ്ടം വരണ്ടേ നമ്മളെ. അതുകൊണ്ടാണ് വിനയവും താഴ്മയും എല്ലാം നല്ല ഒരു നിഷ്കളങ്കമായ ഒരു ഹൃദയവും ഒക്കെ ആകണം. അതുകൊണ്ട് നമുക്ക് കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ചെന്താ, ഈ തടിയെപ്പറ്റി, അതായത് ഉടൻകട്ട ഏറിയവർ പണ്ട് സ്ത്രീകൾ ഈ ആത്മീയമായി ധ്യാനത്തിലിരുന്നപ്പോൾ ഈ പുരുഷന്മാർക്ക് കണ്ടിട്ട് മനസ്സിലായി കാണത്തില്ല. അവർ ഭയന്നുപോയി കാണും. ഇവരിങ്ങനെ ഇരിക്കുന്ന ധ്യാനിച്ചിരുമ്പം ദേഹവും എല്ലാം ഒരു പ്രത്യേക തിളക്കമൊക്കെ വന്ന് കാണും. അപ്പോൾ അവർ പുരുഷന്മാർക്ക് അക്കടി പറ്റി കാണും. അതുകൊണ്ടാണ് പിന്നെ അതാ പറയുന്നത്, എന്താ സംഭവം, ഉടൻകട്ട ഏറിയപ്പോൾ പണ്ട് സ്ത്രീകൾ ഉടൻകട്ട എന്താണെന്നറിയാതെ കൊടുമ്പാവി പൂരുഷ സംഘം വിധിച്ചൊരു കടുങ്കൈ കേൾക്കടോ. അതായത് ഉടൻതടി എന്നതോർത്താൽ ഉടലല്ല ചുടലത്തടിയൊന്നും അല്ല. ഈ തിളക്കം എന്ന് പറയുന്നത് നമ്മൾ
ചുടലിൽ കിടക്കുന്ന വെന്ത കണലിൻ്റെ തിളക്കമൊന്നും അല്ല അങ്ങനെ പൊൻതടി എന്ന് പറഞ്ഞാലും. പക്ഷേ ഇതെന്താ, ആ തേജസ്സാകുന്ന ആ പ്രഭ ഉള്ളിൽ വരുമ്പോൾ ഉണ്ടാകുന്നൊരു പ്രത്യേക ഒരു ചൈതന്യമാണ്. അതാണ് ഉടൻകട്ട ഉടൻതടി എന്നതോർത്താൽ ഉടലല്ല ചുടലത്തടിയൊന്നും അല്ല, തടിയിൽ വിളങ്ങുന്ന ചുടല പൊൻതടി തന്നെ. ഉടൻതടി ഉടൻകട്ട ജ്ഞാനപ്രഭ, തടിയിൽ വിളങ്ങുന്ന ചുടല പൊൻതടി. അതൊരു പ്രത്യേകമായ എന്താ പറയുക, അത് പൊന്നാണത്. അല്ലാതെ ഈ ഇതൊക്കെ വെന്ത് കിടക്കുന്ന കണലല്ല. അത് ഉപമ പറയുന്നത് അങ്ങനെ, ഈ തടി തിളങ്ങുമെന്ന്, ഈ കണൽ പോലെ. അത് ആ കണലല്ല ഇത് ഉദ്ദേശിച്ച്. ഈ ദേഹം എന്ന് പറയുന്നത് നമുക്ക് ഈശ്വരകൃപ വരുമ്പോൾ നമ്മൾ അറിയാൻ നമ്മൾ ആ പ്രഭ, ആ തേജസ് നമ്മളിലേക്ക് വരുന്നതാണ്. അത് ആ തിളക്കമാണ്. അത് തിളക്കം എങ്ങനെയാ, അത് ഒരു ചൈതന്യം മതി. നമ്മൾ പറയത്തില്ല, ചിലരെയൊക്കെ കാണുമ്പോൾ നല്ല ചൈതന്യം, ഒരു മരിച്ചു കിടക്കുമ്പോൾ അയ്യോ എന്തൊരു ചൈതന്യം മുഖത്ത്, എന്താ ആത്മീയമായ നിറമുള്ളവരായിരിക്കും ആ മരിച്ചു കിടക്കുന്നത്. അതുകൊണ്ടായിരിക്കും അവരുടെ മുഖത്തിന് ആ സൗന്ദര്യം ഉണ്ടായതും ആ പ്രഭ തോന്നിക്കുന്നത്. അതായിരിക്കും സംഭവം. അതുകൊണ്ട് ഇനി നമുക്ക് അതിൻ്റെ ബാക്കി വായിക്കാം, അന്ന് വായിച്ചതിൻ്റെ ബാക്കി. അത്തടി തന്നിൽ നീ ഏറിക്കൊണ്ടാൽ. അപ്പം അങ്ങനെയുള്ള ആ തടിയിൽ നമ്മൾ ഏറിക്കൊണ്ടാൽ എന്താണ് ആ തടി? ആ പരമാത്മാ, ആ സത്യം പതി നിൻ്റെ ആത്മാവ്, ആ ആത്മാവുള്ള ഐക്യം, അതാണ് ആ തടി തന്നിൽ നിന്ന് ഏറിക്കൊണ്ടാൽ. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ, പരമാത്മാ ലയിച്ചു കഴിഞ്ഞാൽ, ഐക്യം പ്രാപിച്ചാൽ, ആ തടി തന്നിൽ നീ ഏറിക്കൊണ്ടാൽ തടി യോഗാഗ്നി തന്നിൽ വേഗം. അപ്പോൾ നമ്മുടെ ശരീരമാകുന്ന തടി, ആ പരമാത്മാവ് നമ്മൾ ഐക്യം പ്രാപിക്കുമ്പോൾ, അതാണ് ആ തടി തന്നിൽ നിന്ന് ഏറിക്കൊണ്ടാൽ. ഈ തടി പിന്നെ അവിടെ ഇല്ല. ആ ഐക്യം പ്രാപിക്കുമ്പോൾ നമുക്ക് ദേഹമാകുന്ന ബോധം ഇല്ല. ഈ ദേഹത്തിൽ ഇന്ദ്രിയങ്ങളോ മനസ്സോ ഒന്നും, മനസ്സ് അവിടെ ലയിച്ചു കഴിഞ്ഞു, അതൊക്കെ നിഗ്രഹിച്ചു കഴിഞ്ഞു. അപ്പോൾ പിന്നെ അവിടെ മനസ്സും ഇല്ല, ഇന്ദ്രിയവും ഇല്ല, ഈ ശരീരബോധവും ഇല്ല. നമ്മൾ എന്താ ഇവിടെ ഇരിക്കുന്ന പോലെ നമുക്കൊരു ചിന്ത ഓർമ്മയില്ല. എന്താ കാരണം? ആ തടിയിൽ നമ്മൾ ഉറച്ചു കഴിഞ്ഞു, ഐക്യം പ്രാപിച്ചു കഴിഞ്ഞു, ആത്മാവിൽ ഐക്യം പ്രാപിച്ചു. അപ്പോൾ പിന്നെ മറ്റ് ചിന്തകളൊന്നും ഇവിടുത്തെ ഒന്നും നമുക്ക് ചിന്ത എങ്ങനെ, മനസ്സുണ്ടെങ്കിലല്ലേ ചിന്തിക്കാൻ പറ്റൂ. ഇന്ദ്രിയങ്ങളൊന്നും പ്രവർത്തിക്കുന്നില്ല, എല്ലാം അടങ്ങിക്കഴിഞ്ഞു. ആ യോഗാഗ്നിയിൽ ഇതൊക്കെ വെന്തുപോയി, എല്ലാം അടങ്ങിക്കഴിഞ്ഞു. വെന്തച്ച തീയിൽ കിടന്ന് വെന്തെന്നല്ല എൻ്റെ അർത്ഥം. അതെല്ലാം ലയിച്ചു, എല്ലാം ഒന്നായി തീർന്നു. ഇവിടെ മറ്റൊരു ബോധമില്ലാതായി, അവിടെ അതിന് പ്രവർത്തിക്കാനോ ഒന്നും ഒക്കെ അവിടെ എല്ലാം പരമാത്മാ ലയിച്ചു. അതാണ് ആ തടി തന്നിൽ നിന്ന് ഏറിക്കൊണ്ടാൽ ഈ തടി യോഗാഗ്നി തന്നിൽ വേഗം. ഭർത്താവ് ആത്മാവോട് ഐക്യം. അതാണ് ഏത് ഭർത്താവ്? പരമാത്മാവ്. സത്യമായിരിക്കുന്ന സത്യം പതി, സത്യമാണ് പതി, ഭർത്താവ്. ആ ഭർത്താവാകുന്ന ആത്മാവ്, ആ ആത്മാവോട് ഐക്യം. അതാണ് ഐക്യം. അങ്ങനെ ഇതെല്ലാം, ഈ ശരീരബോധവും ഇല്ല, യാതൊന്നും ഇവിടെ എന്തൊക്കെ ഉണ്ടെന്നൊന്നും ചിന്ത ഒന്നുമില്ല. അത് പിന്നെ ശൂന്യമാകുന്നു പരമാത്മ ലയിച്ചു കഴിയുമ്പോൾ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ ഭർത്താവ് ആത്മാവോട് ഐക്യം, അത് തന്നെ, അതാണ് മുക്തിയും. അതായത് കൈവല്യം പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ അതാണ്. അങ്ങനത്തെ സംഭവം എപ്പോൾ നമ്മൾ സമാധിയിൽ ലയിക്കുക, നമ്മൾ ധ്യാനത്തിൽ ലയിച്ചു കഴിയുമ്പോൾ ഇവിടെ യാതൊരു ഓർമ്മയും ഒന്നുമില്ല. ഓർമ്മിക്കണമെങ്കിൽ തന്നെ അതിനകത്ത് ഓർമ്മിക്കാൻ എന്താ മനസ്സുണ്ടെങ്കിൽ നമുക്ക് ഓർമ്മയുണ്ടാവും. ഇതൊന്നുമില്ല. അവിടെ എന്താ ഉള്ളത്? ആ ഐക്യത്തിൽ ചേർന്ന് ലയിച്ചു കഴിഞ്ഞു, ആ ആനന്ദ നിർവൃതി തന്നെ ലയിച്ചു കഴിഞ്ഞു. അവിടെ ഈ ഇരിക്കുന്ന ശരീരമൊന്നും അവിടെ ഇല്ല. അവിടെ ഈശ്വരനായിട്ട് ലയിച്ചു. അവിടെ ഈശ്വരൻ മാത്രമേ, പരമാത്മാവ് മാത്രമേ ഉള്ളൂ. പരമാത്മാവ് എങ്ങനെയാണ്? അത് ആനന്ദമാണ്. ആ ആനന്ദം ഒരു നിർവൃതിയാണ്. ആ ഒരു അനുഭൂതി മാത്രമേ അവിടെ ഉള്ളൂ. പിന്നെ അതാണ് അത്തടി തന്നിൽ നിന്ന് ഏറിക്കൊണ്ടാൽ ഈ തടി യോഗാഗ്നി തന്നിൽ, യോഗമായിരിക്കുന്ന ചേർച്ച, ഈശ്വരനുള്ള ചേർച്ച, ഐക്യം, അത് തന്നെ. പിന്നെ യോഗാഗ്നി തന്നിൽ ഈ തടി വേഗം. നമ്മുടെ ഭർത്താവ് ആത്മാവോട് ഐക്യം, അത് തന്നെ മുക്തിയും, അത് തന്നെ ജ്ഞാനപ്പെണ്ണ. അതാണ് മുക്തി. എപ്പോൾ ഒരു മനുഷ്യൻ ജീവിച്ചിരിക്കുമ്പോൾ ഇങ്ങനെ സമാധിയിൽ ലയിച്ച് സർവ്വതും, ഈ ലോകത്തിൽ സർവ്വതും ചിന്ത ഒന്നും ഇല്ല നമുക്ക്. ആ പരമാത്മ ഐക്യം പ്രാപിച്ച യാതൊരു അത് സമാധിയാണത്. അങ്ങനെ ആര് ജീവിച്ചിരിക്കുമ്പോൾ അത് ജീവൻ മുക്തൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് ജീവിച്ചിരിക്കുമ്പോൾ മുക്തനായി കഴിഞ്ഞു. അതാണ് ജീവൻ മുക്തൻ എന്ന് പറയുന്നത്. അപ്പം അത് നമ്മൾ നേരത്തെ ഇത് കർമ്മം ചെയ്ത് വച്ചേക്കണം. അപ്പോൾ പിന്നെ എപ്പോഴായാലും ആ ചെയ്ത കർമ്മം തന്നെ നമുക്ക് മരിച്ചു കഴിയുമ്പം കിട്ടുന്നത്. പിന്നെ അവിടെ ആഗ്രഹത്തേക്ക് പിന്നെ പോകത്തില്ല. ആഗ്രഹം പിന്നെ എല്ലാ ആഗ്രഹവും നശിച്ചിട്ടല്ലയോ, ഇന്ദ്രിയങ്ങൾ മൊത്തം ഇല്ലാതെ വധിച്ചിട്ടല്ലയോ ആ ഐക്യം പ്രാപിക്കുന്നത്. ആ ഐക്യം പ്രാപിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആഗ്രഹം ഇല്ലല്ലോ. പിന്നെ വേറെ ആഗ്രഹം ഉണ്ടെങ്കിലേ നമുക്ക് ജനിക്കേണ്ടി വരൂ. അപ്പോൾ ജനനം എന്ന് പറയുന്നത് എന്താ? മരണം ഉണ്ടെങ്കിലേ ജനനമുള്ളൂ. ഇവിടെ മരിക്കുകയല്ല ചെയ്യുന്നത്, പരമാത്മാവിൽ ഐക്യം പ്രാപിക്കുക ചെയ്യുന്നത്. അവിടെ മരണം എന്നല്ല പറയുന്നത്, അത് അമരത്വം എന്നാണ് പറയുന്നത്. അപ്പോൾ അമരനായി കഴിയുന്നത് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ
അദ്ദേഹം അമരനായി കഴിയുന്നു. അതിൽ പിന്നെ വേറൊരു ആഗ്രഹം പിന്നെ ഉടലെടുത്ത് വന്നാലേ ആഗ്രഹത്തിന് പുറകെ പിന്നെ ജനിക്കേണ്ടി വരും. ഐക്യം പ്രാപിച്ച ഒരു വ്യക്തിക്ക് ഒരിക്കലും പിന്നെ പുറമേയുള്ള യാതൊരു ആഗ്രഹവും ഉണ്ടാവത്തില്ല. ചിലർക്ക് മാറുമെന്നും പറയുന്നുണ്ട്, ചിലർക്ക് അതൊക്കെ മാറി എന്നൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ അത് പാടില്ല. ആ ഐക്യത്തിൽ തന്നെ ഇരിക്കണം. അങ്ങനെ ഇപ്പോഴും പിന്നെ ആ ഒരു ചിന്തയിൽ തന്നെ ഇരുന്നാൽ നമുക്ക് പിന്നെ ജനനമില്ല. കാരണം നമുക്ക് തന്നെ അറിയാം എന്തെങ്കിലും ഒരു ആഗ്രഹം നമ്മുടെ മനസ്സിൽ ഉദിക്കുമെങ്കിൽ നമ്മൾ ചിന്തിച്ചോളാം ഇനി ഒരു ജനനമുണ്ടെന്ന്. ഒന്നിനും എല്ലാം വെറുത്ത് ഒന്നിനും ഇല്ല എന്ന് കണ്ടാൽ നമുക്ക് തന്നെ അറിയാം നമുക്കിനി ജനനമില്ല എന്ന് നമുക്ക് തന്നെ അറിയാം. അതുകൊണ്ട് പെണ്ണിൽ ഭ്രമിക്കാതെ മാംസത്തിൻ്റെ പിണ്ണമല്ലേ ദേഹം നിന്ദ്യമേറ്റം, കുണ്ടലി മാർഗേണ ബ്രഹ്മത്തിൽ ചേർന്നിടിൽ എണ്ണിക്കൂടാ സുഖം ജ്ഞാനപ്പെണ്ണി. പെണ്ണിൽ ഭ്രമിക്കാതെ മാംസത്തിൻ്റെ പിണ്ണമല്ലേ ദേഹം നിന്ദ്യമല്ലേ, ഏറ്റവും നാർന്ന തോൽപാത്രവും മാംസമൊക്കെ അല്ലേ, അങ്ങനെയുള്ള ഈ പെണ്ണിൽ ഭ്രമിക്കാതിരിക്കൂ. എന്നാലോ നമുക്ക് ഒരു ഈ ലോകത്തിൽ ഭാര്യയും ഭർത്താവും ഉണ്ട്. പക്ഷേ ഈ മാംസത്തിനെ അല്ല നമ്മൾ യഥാർത്ഥത്തിൽ സ്നേഹിക്കേണ്ടത്. അതിലിരിക്കുന്ന ആ ഉള്ളിലിരിക്കുന്ന ആ വ്യക്തി, അതിനകത്ത് ആരാ ഉള്ളത്, ഞാനെന്നുള്ളൊരു വ്യക്തിയുണ്ട്. ആ വ്യക്തിയാണ് നമ്മൾ സ്നേഹിക്കേണ്ടത്. അങ്ങനെ സ്നേഹിക്കുന്ന വ്യക്തി അദ്ദേഹത്തിൻ്റെ ശരീരം കൊണ്ടോ കയ്യോ കാലോ കൊണ്ടോ മനസ്സുകൊണ്ടോ എന്തെങ്കിലും ദുഷ്കർമ്മങ്ങൾ ചെയ്താൽ പോലും ആ ശരീരത്തെ നമ്മൾ നിന്ദിക്കും, വേണ്ടെന്ന് വെക്കും. പക്ഷേ ആ ഉള്ളിലിരിക്കുന്ന ആളിനെ നമ്മൾ സ്നേഹിക്കും. കാരണം അതും ഞാനും നീയും എല്ലാം പരമാത്മാവാണല്ലോ. ചിലർ എന്താ ഈ മാംസത്തിനെ മാത്രം സ്നേഹിക്കുന്ന, ഇപ്പോൾ ഒരു പെണ്ണിൻ്റെ ശരീരത്തെ ഈ മാംസം നാർന്ന ഈ ദേഹത്തെ സ്നേഹിക്കുന്ന പുരുഷന്മാരാണ് ഈ സ്ത്രീകൾ പിന്നെ എന്താ പറയുക അവരെ വേണ്ടെങ്കിൽ ഇദ്ദേഹത്തിന് വേറൊരു പെണ്ണിനെ കെട്ടുന്നത് എന്താ, ആ മാംസത്തിനെ സ്നേഹിക്കുന്നുകൊണ്ടാണ്. അതേസമയം ആ ഉള്ളിലിരിക്കുന്ന ആ വ്യക്തിയെ മാത്രം സ്നേഹിക്കൂ. വ്യക്തി എന്ന് വെച്ചാൽ ആരാണ്? ഈശ്വരനാണല്ലോ എല്ലാവരിലും വസിക്കുന്നത്. അതിനെ മാത്രം സ്നേഹിക്കുന്നവരുണ്ടെങ്കിൽ ഒരിക്കലും ആ പെണ്ണിനെ ബന്ധം ഒഴിഞ്ഞു പോകത്തില്ല. കാരണം അദ്ദേഹം സ്നേഹിക്കുന്ന ആരെയാ? ആ ഈശ്വരൻ തന്നെ അദ്ദേഹത്തിലും ഈ പെണ്ണിലും ഇരിക്കുന്നത്. അല്ലെങ്കിൽ പെണ്ണ് പുരുഷനിലും പെണ്ണിലും ഇരിക്കുന്ന പെണ്ണും അങ്ങനെ വിട്ട് കളയത്തില്ല. കാരണം എന്താ, വേറൊന്നിനെ കെട്ടിയാലും ആ ഉള്ളിലിരിക്കുന്ന ആണ് അവർ സ്നേഹിക്കുന്നത്. പിന്നെ ഈ പുരുഷൻ്റെ ഉള്ളങ്ങ് സ്നേഹിച്ചാൽ പോരെ. അതുകൊണ്ട് ഇന്നുള്ളവരെല്ലാവരും എന്താ പറയുന്നത്, സ്വർണവും പെണ്ണും ഈ നാർന്ന മാംസത്തിനെയാണ് അവർക്ക് ഉള്ളം സൗന്ദര്യം നോക്കത്തില്ല. ഒരു ജ്ഞാനിയാണോ എന്ന് ചിന്തിക്കത്തില്ല. അവർക്ക് എന്തെല്ലാം ജ്ഞാനവും ഗുണങ്ങളും ഒരുപാട് 99-100 ഗുണവും അല്പം ആ സ്ത്രീക്ക് കാണാം, അല്ലെങ്കിൽ പുരുഷനാണ്. പക്ഷേ അതിനെ അവർക്ക് സ്നേഹമില്ല. അവർ നോക്കുന്ന സ്വത്തുണ്ടോ, പണമുണ്ടോ, സ്വർണ്ണമുണ്ടോ, മുഖവും ദേഹമൊക്കെ കൊള്ളാമോ, ഇതാണ് ഇന്നത്തെ ലോകം. അത് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്ന ഉടനെ അതിനെ ബന്ധം ഒഴിഞ്ഞിട്ട് വേറൊരു ചെറുക്കനെ കെട്ടുക, അല്ലെങ്കിൽ ഒരു പെണ്ണിനെ കെട്ടുക. എന്താ കാരണം? അവർ സ്നേഹിക്കുന്നത് ഈ പുറമേയുള്ള ബാഹ്യ ശരീരത്തെയാണ്, ഈ നാർന്ന ഇതിനെയാണ് സ്നേഹിക്കുന്നത്, അല്ലെങ്കിൽ കുറേ മുതലിനെയാണ് സ്നേഹിക്കുന്നത്. ഉള്ളത്തിലിരിക്കുന്ന അദ്ദേഹത്തിലും ഈ പെണ്ണിൽ, അല്ലെങ്കിൽ പെണ്ണിലിരിക്കുന്ന ആ ചെറുക്കനിലിരിക്കുന്ന ഉള്ളിലിരിക്കുന്ന ഈശ്വരനാണ് എല്ലാത്തിലും എന്ന് കണ്ട നമ്മൾ ആ വ്യക്തിയെ നമ്മൾ സ്നേഹിക്കത്തില്ലേ? അതും ഇതും എല്ലാം ജീവനല്ലേ, എല്ലാത്തിലും അതല്ലേ എന്ന് നമ്മൾ ആ ജീവനല്ലേ സ്നേഹിക്കുക. അതാണ് വേണ്ടുന്നത്. അത് ഇന്ന് ലോകത്തില്ല. അങ്ങനെ ഇല്ല. ലക്ഷത്തിലെങ്ങാനും 1-2 ഉള്ളൂ, പുരുഷനിലും സ്ത്രീയിലും അല്ല. അതുകൊണ്ട് അവിടെ പറഞ്ഞേക്കുന്നത് എന്താ, പെണ്ണിൽ ഭ്രമിക്കാതെ പിന്നെ മാംസത്തിൻ്റെ പിണ്ണമല്ലേ ഈ ദേഹം, അത് ഏറ്റവും നിന്ദ്യമല്ലേ, കുണ്ടലീ മാർഗേണ ബ്രഹ്മത്തിൽ ചേർന്നിട്ട് എണ്ണിക്കൂടാ സുഖം. എന്താ കുണ്ടലീ മാർഗേണ, ഈശ്വരാരാധനയിൽ കൂടി കുണ്ടലി ശക്തി ഉണർന്ന് അതിൽ കൂടി ബ്രഹ്മാനന്ദത്തിലേക്ക് അത് നേരെ നിർവ്വാണമായിട്ടങ്ങ് കയറിപ്പോൾ അവിടെ 6 ആധാരം ചുറ്റിക്കറങ്ങിയൊന്നും വേണ്ട. അതൊക്കെ ഈ യോഗയിലാണ് അതൊക്കെ പഠിക്കുന്നത്. നമുക്ക് ഭക്തി ഉണ്ടെങ്കിൽ, പ്രേമമാകുന്ന ഭക്തി ഉണ്ടെങ്കിൽ നേരിട്ട് തന്നെ ആ ബ്രഹ്മാനത്തിൽ ചെല്ലാം, ഐക്യം ചേരാം. അതാണ് ഇവിടെ ഇത് അങ്ങനെയുള്ളതാണ്. അപ്പോൾ കുണ്ടലീ മാർഗേണ ബ്രഹ്മത്തിൽ ചേർന്നതിൽ എണ്ണിക്കൂടാ സുഖം. 1, 2, 3 സുഖമല്ല, അതിനപ്പുറം വേറെ സുഖമില്ല, എണ്ണാൻ പറ്റത്തില്ല. എണ്ണിയാൽ ഒടുങ്ങാത്ത സുഖമാണത്. ആ കുണ്ടലീ മാർഗമുള്ള ആ സുഖം നമുക്ക് കിട്ടുമ്പോഴാണ് മനസ്സിലാകുന്നത് ഇതെന്തൊരു ആനന്ദമാണെന്ന്. അതിനൊരു എന്താ പറയുക, അതിനൊരു ബ്രേക്കൊന്നുമില്ല. അതങ്ങനെ എപ്പോഴും അത് നമ്മൾ അങ്ങ് തിളങ്ങിക്കൊണ്ടിരിക്കും. ആ ഒരു ആനന്ദ സുഖം, ആ തേജസ് അത്രമാത്രം എന്താ പറയുക, അത് നിർവൃതി, അതൊരു അനുഭൂതി. അതിന് മറ്റ് ഈ ലോകത്തുള്ള സർവ്വതിനും അതിനൊരു കൃത്യസമയമുണ്ട്. എന്തുണ്ടെങ്കിലും അതിനെല്ലാം ബെല്ലും ബ്രേക്കൊക്കെ ഉണ്ട്. ഇതിന് എണ്ണിക്കൂടാ സുഖം. അത്രമാത്രം സുഖം ആണ്, ആനന്ദമാണ്. അതിന് വേറൊന്നും ഉപമിക്കാൻ പറ്റത്തില്ല. അതാണ് എണ്ണിക്കൂടാ. കുണ്ടലി മാർഗം. അതിനാൽ ആരാധന ശരിക്കും പറയുന്നത് ഭക്തി വർദ്ധിക്കണം.
അല്ലെങ്കിൽ പിന്നെ എന്ത് വേണം? എന്നാലും ഭക്തിയും സ്നേഹവും പോലെ ഒന്നും ഒക്കത്തില്ല. ഈശ്വര കൃപയും കൂടെ നമുക്ക് കിട്ടണമെങ്കിൽ ഇതൊക്കെ ഇപ്പം യോഗയൊക്കെ ചെയ്യുന്നവർക്ക് ഭക്തി ഉണ്ടാവണമെന്നില്ലല്ലോ. ഇപ്പം 100 പേര് 100 പേർക്ക് യോഗയിൽ ഒരുപോലെ എന്താ കാരണം എന്നാൽ ഈ 100 പേർക്കും ഭക്തി സ്നേഹം ഉണ്ടാവും? ഇല്ല. അത് ഇടയ്ക്കിടയ്ക്ക് ആർക്കെങ്കിലൊക്കെ അങ്ങനെയുള്ള പരമമായ ഭക്തി സ്നേഹം ഉണ്ടാവുള്ളൂ. എല്ലാവർക്കും ഒരുപോലെ ഉണ്ടാവത്തില്ല. എല്ലാം പഠിച്ചെന്ന് കരുതിയിട്ട് സ്നേഹവും ഈശ്വരനുള്ള ഭക്തി ഉണ്ടാവണമെന്നില്ല. അത് അത് ജന്മനാ കിട്ടണം. അല്ലെങ്കിൽ വരുത്താൻ ഭയങ്കര പാടാണ്. ഈ വിദ്യകളെല്ലാം പഠിച്ചാലേ അതില്ല, എത്രയോ പേർക്ക് കിട്ടുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈ പ്രേമമാകുന്ന ഈശ്വരനുള്ള ഭക്തി അത്ര സ്നേഹം ഉണ്ടെങ്കിൽ ഇത് എണ്ണിക്കൂടാ സുഖം, അത്ര ആനന്ദം ഉണ്ടാകും. അതുകൊണ്ടാണ് ആരാധിക്കുക, ഭജന ചെല്ലുക. അതുകൊണ്ട് ഞാൻ മക്കൾക്ക് ഈ ഭജന തരുന്നത്. ഭജന അത് ഒരു വട്ടം കേട്ടാൽ അത് അങ്ങനെ ചൊല്ലണം. എപ്പോഴും ഭജന കാണുമ്പോഴെല്ലാം ആ ഭജന ഇട്ടങ്ങ് കേൾക്കണം. കേട്ട് അത് അല്ലാതെ തന്നെ നിങ്ങൾക്ക് വെറുതെ തന്നെ നമശിവായോ കൃഷ്ണ ഹരേ രാമ ഹരേ കൃഷ്ണ എല്ലാം എപ്പോഴും ചൊല്ലിയേ നിങ്ങൾ വെറുതെ കൊണ്ട് ചൊല്ലിയാൽ മാത്രമേ ഉള്ള അറിഞ്ഞു ചെല്ലണം. ഹരേ രാമ 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 ഹരേ ഹരേ. ചെല്ലാൻ വയ്യ. എനിക്ക് ചൊല്ലാൻ പറ്റിയില്ല. അപ്പോൾ ആനന്ദം അങ്ങ് ഇറങ്ങി ചാടിക്കഴിഞ്ഞു. അപ്പോൾ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ നിറയണം മക്കളെ. ആനന്ദലഹരി. അങ്ങനെ ചൊല്ലി ചെല്ലുമ്പോൾ ഭഗവാനിലെങ്കിൽ ലയിച്ചിരുമ്പോൾ അവിടുത്തെ കൃപ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും. അങ്ങനെ നമ്മൾ ചൊല്ലി വരുമ്പം അങ്ങ് ധ്യാനിക്കുക. എനിക്ക് കിട്ടിയത് പോരാ ഭഗവാൻ, ഇനിയും വേണമെന്ന് പറയും. ഇങ്ങനെ ആനന്ദലഹരിയിൽ അങ്ങനെ അങ്ങ് ഇരുന്ന് അപ്പോൾ നമുക്ക് കണ്ണുനീരൊക്കെ അങ്ങ് ഒഴുകി വരും. ഒഴുകുമ്പോൾ എന്ത് വരും? ഇപ്പം അത് പറഞ്ഞു തരാനേ പറ്റില്ല. ഞാൻ അവസാനം എൻ്റെ സമയമൊക്കെ കഴിഞ്ഞു പോയി. അങ്ങനെ കണ്ണുനീര് ഒഴുകി നമ്മൾ എണ്ണി നിൽക്കുമ്പം നമ്മുടെ ഉടുപ്പ് എല്ലാം കണ്ണുനീരുകൊണ്ട് മുങ്ങും. അയ്യോ ഇപ്പോൾ ആ ധ്യാനത്തിൽ ഉണരുമ്പോൾ ഇത്രയൊക്കെ നനഞ്ഞോ എന്ന് അപ്പോഴാണ് അറിയുന്നത്. അപ്പോൾ എന്താ ഇവിടെ ശരീരബോധം ഇല്ല. ശരീരം ഉണ്ടെന്ന് നമ്മൾ കണ്ണുനീരൊഴുകുന്നത് നമ്മൾ അറിയുന്നില്ല. നമുക്ക് എന്തോ വേണ്ടിയിട്ട് അതുവരെ ഒരുപാട് 1.5 മണിക്കൂർ ഇങ്ങനെ സ്തുതിപ്പൊളി ചൊല്ലി ഇരുന്നിട്ട് പിന്നാണ് ധ്യാനിക്കാതിരിക്കുന്നത്. ആ ധ്യാനിക്കാതിരിക്കുമ്പോഴങ്ങനെ നമുക്ക് ആ ഭഗവാനോടുള്ള സ്നേഹവും ഭക്തിയും നമ്മൾ അറിയാതെ കണ്ണുനീരൊക്കെ അങ്ങ് പൊഴിഞ്ഞു പോകും. അവസാനം അവിടെ ലയിച്ചങ്ങ് ഇരിക്കുക. നമ്മളിവിടെ ഒരു ബോധവും ഇല്ല പുറമേ. അത് കഴിഞ്ഞിട്ട് അതിൽ നിന്ന് ഉണർന്ന് എണീക്കുമ്പോഴാണ് അറിയുന്നത് അയ്യോ ഇത്രയും കണ്ണുനീരൊക്കെ വന്നോ എന്ന്. കാരണം എന്താ? ഇതാണ് ബോധം. നമ്മൾ ശരീരമായിട്ടുള്ള ബോധമൊന്നുമില്ല. ആ ലയത്തിലുണ്ടാകുന്ന കണ്ണുനീര്, ആനന്ദ കണ്ണുനീര് അതൊക്കെ. അപ്പം അങ്ങനെ വരുന്നത് നമ്മളത് അറിയുന്നില്ല. അപ്പം ആ ലയം എനിക്ക് ഇപ്പോഴും കൊല്ലത് 40 വയസ്സിലൊക്കെ ആയിരുന്നു. 35 വയസ്സ് തൊട്ട് 40 ആയപ്പം എല്ലാം അടങ്ങി. പിന്നെ വിഷമൊക്കെ തീർന്ന്, ദാഹമൊക്കെ പോയി, മുട്ടും തുറക്കുമ്പോൾ അത് മുട്ടി അത് താക്കോല് കിട്ടി തുറന്നെടുത്ത്. അതുകൊണ്ട് നമുക്ക് ആ അനുഭൂതി നമുക്കുണ്ടാകണം. അതുകൊണ്ട് ഹരേ രാമ എനിക്ക് ചൊല്ലാൻ പറ്റിയില്ല. അപ്പോൾ എന്താ ആ ചൊല്ലാൻ പറ്റാൻ എന്താണെന്ന് അറിയുമോ? ഞാൻ അവിടെ അങ്ങോട്ടങ്ങ് ചിന്തിച്ച്, നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോൾ അത്ര ചിന്തിക്കത്തില്ല. ഞാൻ അപ്പോഴില്ല അന്ന് ആ രംഗം ഞാൻ ഹരേ രാമ ഹരേ കൃഷ്ണ ചെല്ലുമ്പോൾ ആ കൃഷ്ണനിൽ അങ്ങ് വീണുപോയി. അതുകൊണ്ടാണ് ഇവർ ചൊല്ലാക്കാതെ വന്നത്. അങ്ങനെ ആകണം നമ്മൾ. അതാണ് പ്രേമമാകുന്ന ഭക്തി എന്ന് പറയുന്നത്. അതൊരു ആനന്ദമാണ്. അത് എണ്ണിക്കൂടാ സുഖം. അത് എണ്ണിയെടുക്കാൻ തിട്ടപ്പെടുത്താനൊക്കത്തില്ല. ബാക്കിയെല്ലാം നമുക്ക് എണ്ണി പറക്കിയെടുക്കാം. ഇത്രയെന്ന്, ഇത്ര കിലോ ഇന്നത്, ഇത്ര ഗ്രാം ഇന്നത്. പക്ഷേ ഇതിന് അളവില്ല. അതാ എണ്ണി പറ്റി തീർക്കാൻ ഒക്കത്തില്ല. അപ്പോൾ തന്നെ ഇപ്പോൾ തന്നെ ഹരേ രാമെന്ന് പറഞ്ഞതേ ഉള്ളൂ. ഉടനെ എനിക്ക് ആ നിർവൃതി ആനന്ദമൊക്കെ ഇനി വന്നു കഴിഞ്ഞു. എന്താ കാരണം? അത് എപ്പോഴും നമുക്കിന്ന് പിന്നെ പോകത്തില്ല. കിട്ടുന്നത് അല്ലെങ്കിൽ നമ്മൾ കൊള്ളിരാമകൾ കാണിക്കുമോ? നമ്മൾ പിന്നെ ഇപ്പോൾ അമൃതുണ്ടോ ഒരു വേണ്ടാത്തതിന് പോകുമോ? പനൽ കഴിക്കാൻ പോകുമോ? വേണ്ടാത്ത അമേത്യത്തിന് പോകുമോ? അത് നമ്മൾ ആനന്ദം അനുഭവിക്കുക. നമ്മൾ ആ ആനന്ദത്തിൽ നിന്നുകൊണ്ട് വേറൊരു തെമ്മാടുത്തതിന് പോകുമോ? നടക്കത്തില്ല. അങ്ങനെ ചെയ്യുന്നവർക്കത് കിട്ടത്തില്ലല്ലോ. ഇത് കിട്ടുന്നത് എന്താ? അതില്ലാത്തതുകൊണ്ടാണ്. അങ്ങനെ ഇല്ലാതെ വന്നെങ്കിലേ നമുക്ക് ഈ ആനന്ദം കിട്ടത്തുള്ളൂ. അതുകൊണ്ട് മറ്റു കാര്യങ്ങളെല്ലാം നമ്മൾ അത്രത്തോളം നമ്മൾ വിനയവും താഴ്മയും അഹങ്കാരമൊന്നും ഇല്ലാതെ എല്ലാം നമ്മളെ നല്ല നിഷ്കളങ്കമായ ഹൃദയമൊക്കെ ആക്കിയെടുക്കുക. എല്ലാം ഒന്നിച്ച് ഇങ്ങനെ കറക്കിയെടുത്ത് ഇങ്ങനെ എന്ന് വെച്ചാൽ അവിയലും സാമ്പാറും പരിപ്പും ചേർത്ത് ഇങ്ങനെ ഇളക്കി എല്ലാം ഒന്നിച്ചാക്കി അങ്ങനെ ആവണം. ആ ഒരു രുചി അങ്ങനെ ആകണം. അപ്പോൾ നമുക്ക് എല്ലാം കൂടെ എന്ന് വെച്ചാൽ വിനയവും താഴ്മയും പിന്നെ പ്രവൃത്തികളും സൽക്കർമ്മങ്ങളും ഭജനയും പ്രാർത്ഥനയും ധ്യാനവും എല്ലാമാണ് ഈ അവിയലും പുളിശ്ശേരിയും പിന്നെ സാമ്പാറും പരിപ്പെന്ന് പറഞ്ഞത്. എല്ലാം ചേർന്ന് വരുമ്പോൾ ഒരു പ്രത്യേക ഒരു അനുഭൂതി. അതാണ് നമ്മുടെ ഉള്ളിലേക്ക് ഇറങ്ങുന്നത്. അത് നമ്മുടെ പ്രവൃത്തി. എല്ലാം ഒന്നിനൊന്ന് മെച്ചമായ പ്രവൃത്തിയായിരിക്കണം. ചുമ്മാ ഒന്നും ഇതെങ്ങനെയൊന്നും കിട്ടത്തില്ല മക്കളെ. ഭയങ്കര പാടാണ് ഇത്. അങ്ങനെ അത് ജന്മനാ കിട്ടുന്നതുകൊണ്ട്
കഴിഞ്ഞ ജന്മം ചെയ്തതിൻ്റെയൊക്കെ ചിലപ്പോൾ അങ്ങനെ ഉള്ളവർക്ക് കിട്ടും പെട്ടെന്ന്, അല്ലെങ്കിൽ കുറേ കഷ്ടപ്പെട്ടേ പറ്റും. നമുക്ക് ആഗ്രഹമുണ്ട്, എന്താ കഴിഞ്ഞ ജന്മത്തെ സുഹൃതം കൊണ്ടാണ് ഇത് തോന്നി എനിക്കും വേണം. എനിക്ക് എൻ്റെ മക്കൾ വിളിക്കും, അമ്മ എനിക്ക് അമ്മയെ പോലെ എപ്പോഴാണ് അവന് പറയും, എന്നെ പോലെ അല്ല മക്കളെ, ഇപ്പം തന്നെ നിങ്ങൾ എന്നെക്കാളുവാ, എനിക്ക് എന്തുണ്ട്, എന്തെങ്കിലും എനിക്കുണ്ടോ. അതുകൊണ്ട് അതിനേക്കാൾ ഇപ്പോഴും തന്നെ അവർക്കൊക്കെ ഭയങ്കര ഭക്തിയാണ് സത്യത്തിൽ. എനിക്കതിൽ ഇന്നും എനിക്കിതിലൊന്നും ഇല്ലെന്നാണ് തോന്നുക. അവരൊക്കെ എപ്പോഴും ഇങ്ങനെ നാമം ചൊല്ലിക്കൊണ്ട് നടക്കുമെന്നാണ് പറയുക. അപ്പോൾ മനസ്സിലാക്കണം അത്ര ഭക്തം, അത് കഴിഞ്ഞ ജന്മത്തെ സുഹൃതം കൊണ്ടാണ്. ഇപ്പം രാധയും ജഗദമ്മയും അങ്ങനെയുള്ള ചില മക്കളൊക്കെ, ബിജു ജയാനിൽ ഇങ്ങനെ കുറച്ച് മക്കളല്ല എപ്പോഴും ഇങ്ങനെ ഇതൊക്കെ തന്നെ. അവർക്ക് ഇതൊരു നിർവൃതിയാണ്, അവർക്കൊക്കെ അത് ആവശ്യമാണ്. അങ്ങനെ അത്രമാത്രം സ്നേഹമാണ് ഭഗവാനോട്. അവർ പറയുമ്പോൾ എനിക്ക് മനസ്സിലാവും. അങ്ങനെ വേറെയും കുറേ മക്കളുണ്ട്. ശ്രീല പറഞ്ഞാൽ എണ്ണി ഇടയ്ക്കിടയ്ക്ക് എടുക്കണം. അതുകൊണ്ട് രുക്മിണി മോഹൻ ഇങ്ങനെ ചില മക്കൾ കുറച്ച് നമ്മളുണ്ടേ ഉള്ള മക്കൾ, അവരൊക്കെ ആദ്യകാലത്തെ ഉള്ളവരാണ്. അവരൊക്കെ എന്ത് സ്നേഹമാണെന്നറിയാമോ ഭഗവാനോട്. അപ്പോൾ നമ്മൾ എന്താ പറയുന്നത്, അപ്പോൾ കുണ്ടലി മാർഗണ ബ്രഹ്മത്തെ ചേർന്ന്. അപ്പോൾ ഈ കുണ്ടലി മാർഗണ നമ്മൾ പ്രാർത്ഥിച്ച് അതൊരു ഏതൊരു ഗ്രന്ഥിയുടെ ഈ ലയം ഉണ്ടാകുന്ന ആനന്ദലഹരിയിലുള്ള അതിനാണ് ഈ കുണ്ടലി ശക്തി എന്ന് പറയുന്നതൊക്കെ. ആ ഒരു ഏതൊരു ഗ്രന്ഥിയിൽ ഇത് ലയിക്കാൻ ഇത് നമ്മൾ തന്നെ അതിൻ്റെ ഒരു പവർ ചേർന്ന് ആ ധ്യാനത്തിൽ വരുന്ന സമയത്ത് ഉണ്ടായി അത് ഇളകുന്നതങ്ങാണ്ടായിരിക്കും. അങ്ങനെ ആയിരിക്കും അതിന് കുണ്ടലി ശക്തി എന്ന് പറയുന്നതായിരിക്കും. അത് ജീവശക്തി, പരാശക്തി, അമ്മ ദേവി തന്നെ. പക്ഷേ എനിക്കതിനെ കുണ്ടലിനി എന്ന് പറഞ്ഞത് എന്തോ ഒരു മൂലാധാരത്തിൽ ഇങ്ങനെ ചുറ്റിട്ട് ഇരിക്കുന്ന, അത് നമ്മൾ ഭക്തി വർദ്ധിച്ചെങ്കിൽ അത് അവിടുന്ന് ഉറങ്ങി അനങ്ങാതെ കിടക്കുമെന്ന് പറയാം. അപ്പോൾ അത് ഗ്രന്ഥിയല്ലേ, ആ ഗ്രന്ഥി അവിടുന്ന് ഇളവണമെങ്കിൽ നമ്മുടെ അത്രത്തോളം വികാരം ഇറങ്ങി ചെല്ലണം, ഒരു അനുഭൂതി. അപ്പോഴേക്കും അതവിടുന്ന് മേലേക്ക് പൊങ്ങി സഹസ്രാര ചെല്ലുമ്പോൾ ആ ഒരു ലയം ഉണ്ടാകുന്നത്, ആ പരമാത്മാവിനെ ലയിക്കുക, അമ്മയും പിതാവും കൂടെ ചേരുക. അതാണ് നമ്മൾ തന്നെയാണ് ആ ജീവശക്തി. ഈ കുണ്ടലിനി ശക്തി പറഞ്ഞാൽ നമ്മൾ തന്നെയാണ് പ്രാർത്ഥിച്ച്, നമ്മുടെ ജീവൻ തന്നെയാണ് ലയത്തിലേക്ക് അവിടേക്ക് ചെല്ലുന്നത്. അപ്പോൾ അവിടെ ഇരിപ്പുണ്ട് പരമാത്മ ചൈതന്യം, ഈശ്വരൻ പിന്നെ ശിവ, അവിടെ മംഗളസ്വരൂപൻ. അവിടെ ഈ കുണ്ടലി ശക്തി അവിടേക്ക് ചെല്ലുമ്പോൾ രണ്ടുകൂടെ സമ്മേളിക്കാൻ ചേരുക. അതാണ് ഈ ജീവാത്മാവ് എന്ന് പറയുന്ന ഈ ദേവിയും ആ പരമാത്മാവോട് ചേരുന്നതാണ് ഈ സംയോഗം. അപ്പോഴാണ് നമുക്ക് ആനന്ദാനുഭൂതി ഉണ്ടാകുന്നത്. അതാണ് അപ്പോഴാണ് നമ്മൾക്ക് അമൃതധാരയൊക്കെ ഇങ്ങനെ ഒഴുകി നമുക്ക് അത് ഇങ്ങനെ എന്താ പറയുക, അത് വന്നാൽ പിന്നെ നമുക്കത് മാറത്തെ എപ്പോഴും അതിങ്ങനെ ഉണ്ട്, നമുക്കതിനെ എപ്പോഴും അതിങ്ങനെ ഉണ്ട്. നമുക്ക് എന്തിനു നോക്കിയാലും നമുക്ക് ആ ചൈതന്യം ഉൾക്കൊള്ളാൻ കഴിയും. അതിനെ കാണാതെല്ലാം അങ്ങ് തന്നെ. ഭഗവാനെന്ന് പറയുന്നത് എന്താ, അറിവുള്ളവർ പറയുന്നത് എന്ത് നോക്കിയാലും എന്ത് കണ്ടാലും എല്ലാത്തിലും ഈശ്വരനുണ്ട്. എന്താ കാരണം, ആ ചൈതന്യം നമ്മൾ ഉൾക്കൊള്ളുന്നത്. അതിൽ നിന്ന് ഒരു ഇല കണ്ടാലും ഒരു പക്ഷിയെ കണ്ടാലും ഒരു എറുമ്പിനെ കണ്ടാലും ഒരു പുഷ്പത്തെ കണ്ടാലും എന്ത് കണ്ടാലും അതിലെല്ലാം ആ രമണീയമായിരിക്കുന്ന ചൈതന്യമുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ അറിയുന്നത് ഇതിലെല്ലാം പരമാത്മാവാണ്, സർവ്വത്തിലും ആ ഈശ്വരശക്തിയാണ് എന്ന് നമ്മൾ ഉൾക്കൊള്ളുന്നത് അങ്ങനെയാണ്. അത് അനുഭവത്തിലൂടെ വരുമ്പോൾ നമുക്കത് ഉറപ്പാകും. അല്ലെങ്കിൽ നമുക്ക് പറയാനേ പറ്റുള്ളൂ, അറിയുന്നില്ലല്ലോ. നമ്മൾ ഉൾക്കൊള്ളാൻ നമുക്കുള്ള ഉള്ളിൽ വരണ്ടേ, അത് നമ്മളെ പ്രവൃത്തി വന്നെങ്കിലല്ലേ പറ്റൂ. അങ്ങനെ പ്രവൃത്തി വരുമ്പോൾ ശരിയാ, ഇപ്പം മക്കൾ നിങ്ങൾക്കത് പ്രവൃത്തി വരുമ്പോൾ അമ്മ അന്ന് പറഞ്ഞാൽ ശരിയാ, ഇപ്പം എനിക്ക് കാണുന്നതെല്ലാം ഉൾക്കൊള്ളുമ്പോൾ എനിക്കതിൽ കൂടെ ഇത് വരുന്നു, എന്താ പവർ വരും, ആ ചൈതന്യം അതിൽ കൂടെ എന്ത് കണ്ടാലും അതെല്ലാം ചൈതന്യമുണ്ട്. അപ്പം നമുക്ക് ഇതെല്ലാം ഈശ്വരനാണ്, അങ്ങനെ നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് കാണുമ്പോൾ ആത്മസ്വരൂപത്തിന് ആണും പെണ്ണും അല്ല ഞാനും നീയും, കാണി നേരം കളയാതെ സുഷുമ്നാഗ്രേ വാണാൽ മഹാസുഖം ജ്ഞാനപ്പെണ്ണെ. അതാണ് കാണുമ്പോൾ ആത്മസ്വരൂപത്തിന് എന്ത് കണ്ടാലും ആത്മസ്വരൂപമാണ്. ഞാനിപ്പോൾ പറഞ്ഞത് എല്ലാം ആ ആത്മസ്വരൂപം. പക്ഷെ അവിടെ ആ സ്വരൂപത്തിന് ആണും പെണ്ണും എന്നുള്ള വ്യത്യാസമില്ല. അത് എന്നിൽ വസിച്ചാലും ഏത് ജീവജാലത്തിലായാലും എവിടെ ആ ചൈതന്യം പരമാത്മാവിന് ആണും പെണ്ണുള്ള വ്യത്യാസമില്ല. അത് ആത്മചൈതന്യമാണ്. അത് ആണും അല്ല, അത് പെണ്ണുമല്ല. അതുകൊണ്ട് കാണുമ്പോൾ ആത്മസ്വരൂപത്തിന് ആണും പെണ്ണും അല്ല ഞാനും നീ. എന്നിലിരിക്കുന്ന ആത്മാവിനും പുരുഷനിലിരിക്കുന്ന ആത്മാവിനും, പുരുഷനാണ് ആണ്, പക്ഷെ അതിലിരിക്കുന്ന ആത്മാവും ആത്മാവും ആണുമല്ല പെണ്ണുമല്ല, രണ്ടും ഒരേ അവസ്ഥ. അത് പരബ്രഹ്മമാണ്. അതൊരു നിഷ്കള പരബ്രഹ്മ വസ്തു എന്ന് പറയാം. അത് ഏത് പുരുഷനിലായാലും സ്ത്രീയിലായാലും ആ ആത്മസ്വരൂപം തന്നെയാണ്. അതുകൊണ്ട് കാണുമ്പോൾ ആത്മസ്വരൂപത്തിന് ആണും പെണ്ണും അല്ല ഞാനും നീയും, കാണി നേരം കളയാതെ സുഷുമ്നാഗ്രേ വാണാൽ മഹാസുഖം ജ്ഞാനപ്പെണ്ണെ. അല്പസമയം പോലും കളയാതെ സുഷുമ്നാഗ്രേ, ആ അഗ്രത്തിൽ, ആ പരമാത്മാവിൽ, ആ ബ്രഹ്മത്തിൽ ചേർന്നാൽ വാണാൽ മഹാസുഖം, അത്രമാത്രം ആനന്ദമാണ്.
പരമാത്മാവിൻ്റെ അരികിൽ വാസം ഉപവാസം എന്നതിനർത്ഥമോർത്താൽ അറിയാതെ ഈ അർത്ഥം ആഹാരം വെട്ടു നീ അലയാതെ വലയാതെ ജ്ഞാനപ്പെണ്ണ്. പരമാത്മാവിൻ്റെ അരികിൽ വാസം ഉപവാസം. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, പിന്നെ എല്ലാവരും അറിയാത്തവരെന്ത് ചിന്തിക്കുന്നറിയുമോ, എനിക്ക് ഉപവാസം എടുക്കണം എന്ന് വെച്ചാൽ അതിലെന്തോ കിട്ടുമെന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ പലരും ഞായറാഴ്ച പറഞ്ഞ ഒരിക്കൽ ഇങ്ങനെയൊക്കെ എടുത്തിട്ട് വെറുതെ ആഹാരം കഴിക്കാതെ കറങ്ങും. എന്താ വ്രതം വ്രതം വ്രതം. പക്ഷേ പ്രാർത്ഥനയൊന്നുമില്ല, അറിയത്തില്ല. പട്ടിണി ഇരിക്കുന്നതാണ് പരമസുഖമെന്നും അതിലെന്തോ നേടാം എന്നാണ് കരുതുന്നത്. പക്ഷെ അതാണ് ഇവിടെ അറിയാവുന്ന മഹാത്മാക്കൾ പറയുന്നത്, പരമാത്മാവിൻ്റെ അരികിൽ വാസം. ഇപ്പോൾ നമ്മൾ പരമാത്മാവിൻ്റെ അരികിൽ വാസമാണ്. കാരണം എന്താ, ഭഗവത് കഥകളാണ് പറയുന്നത്. അപ്പോൾ ആനന്ദമൊന്നും കിട്ടുന്നത് അവിടെ പട്ടിണിയൊന്നും ഞാനിരുന്നില്ല, പട്ടിണി ഇരുന്നിട്ട് കിട്ടിയതും അല്ല. അപ്പോൾ പരമാത്മാവിൻ്റെ അരികിൽ വാസം ഉപവാസം എന്നതിനർത്ഥമോർത്താൽ, അപ്പോൾ നമ്മൾ എന്താ വേണ്ടേ, പഠിക്കേണ്ടേ? നമുക്ക് പരമാത്മാവിൻ്റെ അരികിലങ്ങ് ഇരുന്നാൽ മതി. അവിടെ ഇന്നത് വെച്ചു, എനിക്കിന്ന് ഒരിക്കലാണ്, ഞാനിന്ന് ഒരിക്കലേ കഴിക്കൂ, അങ്ങനെയല്ല ചിന്തിക്കേണ്ട. ഈശ്വരനോടുള്ള ചിന്ത ഇരിക്കട്ടെ. ആ വാസം അവിടത്തേക്ക് എപ്പോഴും അവിടെ ചിന്തിക്കുക. ആ പരമാത്മാവിൻ്റെ അടുക്കലേക്ക് ചേർന്നിരിക്കുക, ഒട്ടിയിരിക്കുക. അവസാനം അതങ്ങ് ഉള്ളിലാകും. അപ്പോൾ അവിടെ ലയിച്ചങ്ങനെ ഇരിക്കുക. എന്താ, ആത്മീയമായ ആ ചൈതന്യത്തിൽ തന്നെ, ഈശ്വരനിൽ തന്നെ ഐക്യം പ്രാപിച്ച് ഇരിക്കണം. അതാണ് ആത്മാവിൽ പരമാത്മാവിൻ്റെ അരികെ വാസം. ഈശ്വരൻ്റെ അരികെ തന്നെ ഇരിക്കുക. അത് വന്ന് വരുമ്പോൾ പിന്നെ ഈശ്വരനായിക മാറും. അതുവരെ നമ്മൾ അടുത്തിരിക്കുക. പരമാത്മാവിൻ്റെ അരികിൽ വാസം ഉപവാസം എന്നതിനർത്ഥം ഓർത്താൽ അറിയാതെ ഈ അർത്ഥം ആഹാരം വിട്ടു നീ അലയാതെ വലയാതെ ജ്ഞാനപ്പെണ്ണേ. അപ്പോൾ അറിവില്ലാത്തവർ എന്നും ഇങ്ങനെ കഷ്ടപ്പെട്ട് ആഹാരമൊന്നും കഴിക്കാതെ കഷ്ടപ്പെടും. ദൈവമേ, അവർക്ക് അറിയില്ല. എന്നാൽ അതിന് എന്താ ഫലം? ഒരു ഫലം രോഗം ഉണ്ടാകാനോ, കാരണം ഉപവാസം ഇല്ല, പരമാത്മാവിൻ്റെ അരികിലെ വാസമില്ല. അപ്പോൾ പിന്നെ രോഗം ഉണ്ടാകത്തില്ലയോ? പരമാത്മാവിൻ്റെ അരികിൽ വാസം ഉണ്ടെങ്കിൽ നമുക്ക് ആഹാരം കഴിക്കുകയേ വേണ്ട, വയറെപ്പോഴും നിറഞ്ഞിരിക്കുമല്ലോ, വിശപ്പ് ഉണ്ടാകത്തില്ല. ഈശ്വരനായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരുന്ന വിശപ്പ് അറിയത്തേയില്ല. എത്ര മണിക്കൂറോ എത്ര ദിവസമാണെങ്കിലും അങ്ങനെ ഇരിക്കാൻ വിശക്കത്തില്ല. പക്ഷേ ഈ വ്യക്തികൾ, ഇന്ന് അറിവില്ലാത്ത വ്യക്തികൾ എന്തിനും പരമാത്മാവിൻ്റെ അടുക്ക വാസമില്ല, പ്രാർത്ഥനയില്ല. അഥവാ പ്രാർത്ഥന എന്താ, അടുക്ക ചേർന്നിരിക്കാനുള്ള ആ ഒരു ഉൾക്കാഴ്ചയില്ല. എന്തെങ്കിലും ചൊല്ലിയാലും അത്രയ്ക്കേ അറിയുള്ളൂ. അപ്പോൾ അങ്ങനെ ആകുമ്പം രോഗം, പട്ടിണി ഇരുന്ന് ശരീരം ക്ഷീണിച്ച് മറ്റുള്ള ജോലിയും ചെയ്തുകൊണ്ടൊക്കെ നടക്കുക. ജോലികളെല്ലാം ചെയ്തിട്ട് ഉപവാസം. പല മക്കൾ എന്നെ വിളിച്ചിട്ടുണ്ട്, അസിഡിറ്റി. എന്താ, എനിക്ക് ഉപവാസം എടുത്ത് 1-2 മക്കൾക്ക് ഞാനത് പറഞ്ഞത് ചെയ്യരുത് എന്ന്. ഒരിക്കലും അസിഡിറ്റിയുടെ വന്നാൽ പിന്നെ ഒരിക്കലും അവിടെ വിശപ്പ് വന്നുകൂടാ. നമ്മൾ എന്തിനാ വെറുതെ ദേഹത്തിന് നശിപ്പിച്ച് കളയുന്നത്? അത്രയ്ക്കും വാരി വിഴുങ്ങി തിന്നണ്ട, ഒരുപാട് അല്പം കഴിച്ച് ഇരിക്കണം. എന്താ പട്ടിണി കഴിക്കണം പറയുന്നത്? ഒരുപാട് തിന്ന് കിടക്കുന്നവർക്ക് പിന്നെ എന്താ പറയുക, പ്രാർത്ഥിക്കാനൊന്നും നോക്കത്തില്ല. അവരിങ്ങനെ കഴപ്പ് കയറി കിടക്കും, ഉറങ്ങിപ്പോവും. അതുകൊണ്ടാണ് അല്പം ആഹാരം കഴിക്കാൻ പറയുന്നത്. ഒരു നേരത്തെ ആഹാരം കഴിച്ചാൽ, അതുപോലെ അതൊക്കെ നന്നായി ആഹാരം കഴിക്കുന്നവർക്ക് ഒരു നേരം പട്ടിണിക്ക് നല്ലതാണ്. ശരീരത്തിന് നല്ല ആരോഗ്യം കിട്ടുക, അസുഖങ്ങൾ ഉണ്ടാകത്തില്ല. അതുകൊണ്ടാണ് പറയുന്നത്. പക്ഷേ എന്തുകൊണ്ടാണ് ഈശ്വരൻ്റെ അടുക്കൽ വാസം ഇല്ലാതാണ്ട് ഇത് ചെയ്തിട്ട് എന്താ ഫലം? വല്ല ഫലമുണ്ടോ? അപ്പോൾ ആ ഉപവാസം നമുക്ക് എന്താ പറയുക, ഈശ്വരൻ്റെ അടുക്കൽ വാസമാണ്. പരമാത്മാവിൻ്റെ അരികിലുള്ള വാസം എങ്ങനെയാ? എപ്പോഴും ചേർന്ന് ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പം ഒന്നായി ചേർന്നിരിക്കുന്നത്, അതാണ് ഉപവാസം. അതറിയാതെ, ഈ അർത്ഥം അറിയാതെ ആഹാരം വിട്ട് അലയാതെ വലയാതെ. എന്താ അലയാതെ? കണ്ണി കണ്ട ജോലിയൊക്കെ ചെയ്യാൻ ഓടും, പ്രാർത്ഥനയില്ല. പട്ടിണി കൊണ്ട് വീട്ടുകാരികളെല്ലാം നോക്കും, പട്ടിണിയാ, ആഹാരം മാത്രം കഴിക്കാതിരിക്കുക. എന്താ, അതാണ് ഉപവാസം. ഉപവാസം എടുക്കുന്നുണ്ട്. എനിക്ക് ഉപവാസമാണ്. എന്തൊരു ഉപവാസമാണ്? അധ്വാനിക്കുന്ന കിളയിലും വെട്ടലും അടുക്കളപ്പണി ഒക്കെ ചെയ്തുകൊണ്ടാണ് ഉപവസിക്കുന്നത്. അതിനെന്താ അർത്ഥമുള്ളത്? ഈശ്വരനെ അറിയുന്നു. അപ്പോൾ അസുഖം ഉണ്ടാകത്തല്ലേ ഉള്ളു. അതുകൊണ്ട് ഇതൊക്കെയാണ് പഠിക്കണമെന്ന് പറയുന്നത്. ഇതൊക്കെ പഠിക്കാത്തതുകൊണ്ടാണ് ഈശ്വരാരാധന എന്തെന്ന് അറിയാത്തതുകൊണ്ട് ഉപവസിക്കുന്നു. ആരോ എന്തൊക്കെയോ പറഞ്ഞു കൊടുക്കുന്നു, ഏകാദശി പിടിക്കൂ, മറ്റത് പിടിക്കൂ, അത് പിടിക്കൂ. പക്ഷേ ഇത് യഥാർത്ഥമായി അറിഞ്ഞിട്ടല്ല ഇതൊന്നും ആരും ചെയ്യുന്നത്. അത് അറിഞ്ഞാൽ ഇത് ഒന്നും പട്ടിണിയിട്ടൊന്നും അല്ല ആരും ഇങ്ങനെ ആയതൊന്നും. അത് ഒരുപാട് കഴിച്ച് കഴപ്പ് കയറി കിടന്ന് ഉറങ്ങാതിരിക്കാൻ ഒരു നേരത്തെ ആഹാരം കഴിക്കാൻ നല്ലതാണ്. അതുകൊണ്ട് കിടന്നാൽ, അല്ലാതെ പട്ടിണി കിടന്നാൽ ഇതൊന്നും കിട്ടത്തില്ല. അങ്ങനെയാണെങ്കിൽ പട്ടിണിയാൽ അത് പുണ്യമെങ്കിൽ പട്ടിണി നിത്യം ദരിദ്രനുണ്ട്. ദരിദ്രന്മാർക്കുള്ള കണക്ക് പുണ്യം ആർക്ക് കിട്ടും? അങ്ങനെയാണെങ്കിൽ ഏത് ദരിദ്രനാണ് പുണ്യം കിട്ടിയത്? അപ്പോൾ പിന്നെ പട്ടിണി ദിവസേന അവർക്കുണ്ടല്ലോ. അപ്പോൾ അവരല്ലേ മഹാഭാഗ്യവാന്മാർ.
നമ്മളൊക്കെ ഉണ്ടെങ്കിലും തിന്നാതിരുന്നിട്ടാണ് പിന്നെ പട്ടിണി ഇരുന്നിട്ടാണ് ഉപവസിക്കുന്നു പറയുന്നത്. പക്ഷേ ഈ എന്നും ഏത് സമയവും പട്ടിണിയുള്ള ദാരിദ്ര്യം പിടിച്ച ദരിദ്രന്മാർക്കൊക്കെ ഉണ്ട് അതിന് പുണ്യം കൂടുതൽ കിട്ടാൻ. അതുകൊണ്ട് ഇതാണ് മനസ്സിലാക്കേണ്ടത്. നമുക്ക് പരമാത്മാവിൻ്റെ അരികിൽ വാസം ഉപവാസം എന്നതിനർത്ഥം ഓർത്താൽ അറിയാതെ ഈ അർത്ഥം ആഹാരം വിട്ടു നീ അലയാതെ വലയാതെ ജ്ഞാനപ്പെണ്ണേ. നമുക്കിനി അടുത്ത പ്രാവശ്യം അടുത്ത വായിക്കാം. എല്ലാവർക്കും നമസ്കാരം. ഹരി ഓം ഹരി ഓം ഹരി ഓം.